നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ഇഷ്യൂ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. തമിഴ്നാട്ടിൽ യൂട്യൂബ് വീഡിയോ കണ്ട് പ്രസവം, രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ചു. 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ റെയിൽവേ ധർണ, ഇന്ധനം നിറയ്ക്കാൻ പോലും വരുമാനമില്ല, സ്വകാര്യ ബസ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. വീൽ ചെയറിലെത്തി LDF അംഗങ്ങൾ, അക്രമം അഴിച്ചുവിട്ട് BJP, രജിസ്റ്റർ വലിച്ചുകയറി തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഊരാളുങ്കലിൻ്റെ നിർമ്മാണങ്ങൾക്ക് മികച്ച ഗുണനിലവാരം, പൊതുമരാമത്ത് മന്ത്രിസഭയിൽ. ഉത്തർപ്രദേശിൽ പരിശീലന പറക്കലിനിടെ വിമാനം തകർന്നു വീണു, വനിതാ പൈലറ്റിന് പരിക്ക്. നടിയോട് മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ, 1.5 വർഷശേഷം ഖേദപ്രകടനം. നൃത്തം ചെയ്യൂ, മാനസിക ആരോഗ്യം നിലനിർത്താം. ചമ്പക്കുളം മൂലം ജലോത്സവം, രാജപ്രമുഖനായി അരോമ. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ടൂറിസ്റ്റ് ഗൈഡിൻ്റെ മൃതദേഹം കണ്ടെത്തി, അപകടം, വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. യൂട്യൂബ് വീഡിയോ നോക്കി വീട്ടിൽ പ്രസവം നടത്താനുള്ള ശ്രമത്തിൽ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ചു. തിരുപ്പൂർ ഒത്തിക്കുളിക്ക് സമീപമുള്ള തളവായുളയം സ്വദേശി കാർത്തിക്കിൻ്റെ ഭാര്യ ശശികലയാണ് മരിച്ചത്. ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് പകരമാണ് യൂട്യൂബിൻ്റെ സഹായത്തോടെ പ്രസവം നടത്താൻ ശ്രമം നടത്തിയത്. ദമ്പതികൾക്ക് 4 വയസ്സുള്ള ഒരു മകൾ കൂടിയുണ്ട്. ജൂൺ 24-ന് ശശികല വീട്ടിൽ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ പ്രസവത്തിന് പിന്നാലെ രക്തസ്രാവം ഉണ്ടായി. ഇത് നിലയ്ക്കാതെ വന്നതോടെ യുവതിയെ പെരുന്തറയിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ വെച്ച് മരണം സംഭവിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ ധർണ, ഇന്ധനം നിറയ്ക്കാൻ പോലും വരുമാനമില്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്. 20 മുതൽ 25 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ ധർണ നടത്തുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അറിയിച്ചു. KSRTC സൗജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധിയിലാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന റിലേ ധർണയിൽ 20, 25 തീയതികളിൽ 3 ജില്ലകളിൽ നിന്നുള്ള ബസ് ഉടമകളും 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ 2 ജില്ലകളിൽ നിന്നുള്ളവരും പങ്കെടുക്കും. ജൂൺ 15 ശേഷം പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള വരുമാനം പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്ന് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ വ്യവസായവുമായി മുന്നോട്ട് പോകാനാകില്ല. സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചുള്ള തുടർ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും തൊഴിലാളി യൂണിയനുകളും സംയുക്ത യോഗം ചേരും. CITU, BMS തുടങ്ങിയ ട്രേഡ് യൂണിയനുകളെ പങ്കെടുപ്പിച്ച് ചൊവ്വാഴ്ച തിരുവനന്തപുരത്താണ് സംയുക്ത യോഗം. ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റ് KK തോമസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നാൻ, ട്രഷറർ MS പ്രേംകുമാർ, ഭാരവാഹികളായ ശരണ്യ മനോജ്, K സത്യൻ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീൽ ചെയറിലെത്തി LDF അംഗങ്ങൾ, അക്രമം അഴിച്ചുവിട്ട് BJP, രജിസ്റ്റർ വലിച്ചു കയറി. കാപ്പ കേസിൽ ജയിലിലടക്കപ്പെട്ട കൗൺസിലർക്ക് വേണ്ടി തിരുവനന്തപുരം നഗരസഭയിൽ അക്രമം അഴിച്ചുവിട്ട് BJP കൗൺസിൽ യോഗത്തിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ BJP കൗൺസിലർമാർ വലിച്ചു കയറി. പ്രതിപക്ഷ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തു. കാപ്പ കേസ് പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതനെ സംരക്ഷിക്കാനായിരുന്നു BJPയുടെ ഗുണ്ടായിസം. 47 ദിവസമായി കൗൺസിൽ ചേർന്നിരുന്നില്ല. സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF പ്രക്ഷോഭത്തിലുമാണ്. സുഗതനെ പുറത്താക്കുന്നത് കൂടാതെ തെരുവ് നയ പ്രശ്നം, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ ജനകീയ വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിന് പോലും കൗൺസിൽ യോഗം ചേരാൻ മേയർ VV രാജേഷും സംഘവും തയ്യാറായിരുന്നില്ല. BJP ആക്രമണത്തിൽ പരിക്കേറ്റ LDF അംഗങ്ങൾ വീൽ ചെയറിലാണ് തിങ്കളാഴ്ചത്തെ കൗൺസിൽ യോഗത്തിനെത്തിയത്. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ നടുത്തളത്തിറങ്ങി പ്രതിഷേധിച്ചു. എന്നാൽ അജണ്ടകൾ പാസ്സായെന്ന് അവകാശപ്പെട്ട് കൗൺസിൽ യോഗം അവസാനിപ്പിച്ച് മേയർ ഉടനടി മുങ്ങി. ഇതിനുശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ പക്കൽ നിന്നും അറ്റൻഡൻസ് രജിസ്റ്റർ BJP കൗൺസിലർമാർ പിടിച്ചു വാങ്ങിയത്. വനിതാ കൗൺസിലർമാരെ ആക്രമിക്കുകയും ചെയ്തു. UDF കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ വാക്കേറ്റവും ഒന്നും തള്ളും ഉണ്ടായി. ചെമ്പഴന്തി ഉദയൻ്റെ നേതൃത്വത്തിലായിരുന്നു BJP കൗൺസിലർമാരുടെ ആക്രമണം.
ഊരാളുങ്കലിൻ്റെ നിർമ്മാണങ്ങൾക്ക് മികച്ച ഗുണനിലവാരമെന്ന് പൊതുമരാമത്ത് മന്ത്രിസഭയിൽ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പിന്തുണച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. ഊരാളുങ്കൽ സൊസൈറ്റി സംസ്ഥാനത്ത് നടത്തുന്നത് മികച്ച നിലവാരമുള്ള പ്രവർത്തികളാണെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പ്രവർത്തികളുടെ ഈ മികച്ച നിലവാരം ഒന്നു മാത്രമാണ് എല്ലാവരും ഊരാളുങ്കലിന് പിന്നാലെ പോകാൻ കാരണമെന്നും അദ്ദേഹം സഭയിൽ കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പൊതുമരാമത്ത് വകുപ്പ് യാതൊരുവിധ പ്രത്യേക പരിഗണനയും നൽകുന്നില്ല. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു പ്രവൃത്തിയും സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഊരാളുങ്കലിൻ്റെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്നത് കരാറുകൾ വർദ്ധിച്ചത് കൊണ്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിൻ്റെ ഭാരവാഹികളുമായി സംസാരിക്കുന്നതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ചെണ്ടുമല്ലി കൃഷി തുടങ്ങി. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി. ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ കോർപ്പറേഷൻ കൃഷിഭവൻ്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുണ്ടേരി സ്വദേശി CM രത്നാകരൻ്റെ അധീനതയിലുള്ള സ്ഥലത്താണ് കൃഷി. ചെടിനടിയിൽ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലിഷ ദീപക് ഉദ്ഘാടനം ചെയ്തു. കിരൺ രവീന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി PK ബൈജു, M രാജഗോപാലൻ, ആശാരദ കുട്ടികൃഷ്ണൻ, CM രത്നാകരൻ, RT ശശികല, E രഞ്ജിത്ത്, അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. ഉത്തർപ്രദേശിൽ പരിശീലന പറക്കലിനിടെ വിമാനം തകർന്നു വീണു. വനിതാ പൈലറ്റിന് പരിക്ക്. ലക്കിലോയിലാണ് സംഭവം. ഉത്തർപ്രദേശിലാണ് പരിശീലന പരിക്കിനിടെ വിമാനം തകർന്നു വീണത്. വനിതാ പൈലറ്റിനാണ് പരിക്കേറ്റത്. കാസ്ഗഞ്ച് ജില്ലയിലാണ് സംഭവം. ഹൈവേക്ക് സമീപമാണ് വിമാനം തകർന്നു വീണത്. അപകടം നടന്ന ഉടനെ പ്രദേശവാസികൾ ഓടിയെത്തുകയും പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ നേതൃത്വം നൽകുകയും ചെയ്തു. പ്രാദേശിക കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പൈലറ്റിനെ ആഗ്രയിലേക്ക് മാറ്റി. ഇവരുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പതിവ് പരിശീലന പറക്കലിനിടെ വിമാനം തകർന്ന് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അതേസമയം അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനായിട്ടില്ല. സാങ്കേതിക തകരാർ, മോശം കാലാവസ്ഥ തുടങ്ങിയ സാധ്യതകൾ പരിശോധിച്ച് വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും അന്വേഷണം പൂർത്തിയായ ശേഷമേ അപകടത്തിൻ്റെ കാരണം വ്യക്തമാക്കൂ എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ഏജൻസികളിലെ ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിക്കുകയും വിമാന അവശിഷ്ടങ്ങൾ പരിശോധിച്ച് വരികയുമാണ്. കിലാലൂർ ദേശസേവാ സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രദേശത്തെ SSLC, +2, LSS വിജയിച്ചവരെ അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി KT ശശി ഉദ്ഘാടനം ചെയ്തു. TP രവീന്ദ്രൻ സ്മാരക എൻഡോമെൻറ്റ്, PC ജിജേഷിൻ്റെ കേഷ് അവാർഡ് എന്നിവ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ IP വേലായുധൻ വിതരണം ചെയ്തു. K ശിവദാസൻ, KP ഷൈജ, N വിനോദൻ, രഘുത്തമൻ, PV സജീവൻ എന്നിവർ സംസാരിച്ചു. ശാസ്ത വിപിന് ജന്മനാടിൻ്റെ സ്വീകരണം. സേലത്ത് വെച്ച് നടന്ന ദേശീയ തൈക്കൊണ്ടോ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ കിഴുന്നയിലെ ശാസ്ത വിപിന് തോട്ടടയിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. കിഴുന്ന സമന്വയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, കലാഗ്രാമം തോട്ടട, ദിനേശ് ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ ചടങ്ങ് P പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. K ലതീഷ് അധ്യക്ഷനായി. രവീന്ദ്രൻ കിഴുന്ന, K പ്രദീപ്, PK രാജൻ, A പ്രണവ്, ജനു ആയിച്ചങ്കണ്ടി, PP സതീശൻ, ശില്പ പ്രകാശ്, സത്യൻ എടക്കാട്, CK സതീശൻ, വിപിൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരെ അംഗീകരിക്കണം. ലൈബ്രറിയന്മാരെ പാർട്ട് ടൈം ജീവനക്കാരെ അംഗീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. K ബാലകൃഷ്ണൻ മാസ്റ്റർ നഗരിയിൽ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് UK ശിവകുമാരി അധ്യക്ഷയായി. ജില്ലാ വൈസ് പ്രസിഡന്റ് MC ജയകൃഷ്ണൻ അനുശോചന പ്രമേയവും സംസ്ഥാന സെക്രട്ടറി P അപ്പുക്കുട്ടൻ സംഘാടന റിപ്പോർട്ടും K രാജൻ കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, വിസ്മയ പാർക്ക് വൈസ് ചെയർമാൻ K സന്തോഷ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം SP രമേശൻ,
കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഇ അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ലൈബ്രറിമാർക്കുള്ള അനുമോദനവും നടത്തി. സംഘാടക സമിതി ചെയർമാൻ ടി ബാലകൃഷ്ണൻ സ്വാഗതവും കെ എം ചന്ദ്രബാബു നന്ദിയും പറഞ്ഞു. ഭാരവാഹികൾ UK ശിവകുമാരി പ്രസിഡന്റ്, MC ജയകൃഷ്ണൻ, C നളിനാക്ഷി വൈസ് പ്രസിഡന്റ്, K രാജൻ സെക്രട്ടറി, K ജയരാജൻ, K ഉഷ ജോയിന്റ് സെക്രട്ടറി. നൃത്തം ചെയ്യൂ, മാനസികാരോഗ്യം നിലനിർത്താം. ഓടിത്തളരുന്ന ജീവിതയാത്രയ്ക്കിടയിൽ മനസ്സ് വിളങ്ങുമ്പോൾ അനുനന്ദനയുടെ നൃത്തച്ചുവടുകൾ ആശ്വാസമാകും. ശാരീരിക ചലനങ്ങളുടെ മനസ്സിനെ സുഖപ്പെടുത്താനും മാനസികാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഡാൻസ് മൂവ്മെന്റ് തെറാപ്പിയുമായി ശ്രദ്ധേയാകുകയാണ് വടകര കല്ലേരി സ്വദേശിയും ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി പ്രാക്ടീഷണറുമായ ഡോക്ടർ SS അനുനന്ദന. മനസ്സും ശരീരവും ബന്ധപ്പെട്ടിരിക്കുന്ന എന്ന ആശയത്തിനൂടെയാണ് തെറാപ്പി. മാനസിക സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, പേടി തുടങ്ങിയ മാനസിക വൈകാരിക പ്രശ്നങ്ങൾ ശരീരത്തിലും പ്രകടമാകുന്നുണ്ട്. നൃത്തം അറിയാത്തവർക്ക് പോലും പങ്കെടുക്കാമെന്നതാണ് പ്രത്യേകത. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, പുരുഷന്മാരും സ്ത്രീകളും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പരിശീലിച്ചെടുക്കാനും കഴിയും. കുട്ടികളിൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും ഉണ്ടാക്കാനും തെറാപ്പി സഹായിക്കും. ഹോമിയോ മെഡിക്കൽ പ്രാക്ടീഷണറായ അനുനന്ദ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നാണ് ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി പരിശീലിച്ചത്. 1 മുതൽ 1.5 മണിക്കൂർ വരെ നീളുന്ന ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി നിലവിൽ വിദ്യാലയങ്ങൾ, ലൈബ്രറികൾ, പകൽ വീടുകൾ, ക്ലബ്ബുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നൽകുന്നത്. കല്ലേരി സ്വദേശി തിരുവോത്ത് സുരേഷ് ബാബുവിന്റെയും സിന്ധുവിന്റെയും മകളാണ് അനുനന്ദ. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെത്തി. അപകടം വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തുന്നതിനിടെ. ഇരുവഴിഞ്ഞിപ്പുഴയിൽ ആനക്കാമ്പൊയിൽ പതങ്കയം കാലമ്പാറ തൂക്കുപാലത്തിന് സമീപം മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കുഴിമണ്ണ മുണ്ടംപറമ്പ് സ്വദേശി ഷിബിലി 25ന്റെ മൃതദേഹമാണ് 3ാം ദിവസത്തെ തിരച്ചിലിൽ തിങ്കൾ രാവിലെ 9ഓടെ കണ്ടെത്തിയത്. ശനിയാഴ്ചയായിരുന്നു അപകടം. അഗ്നിശമന സേനയുടെ സ്കൂബ ടീമിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന തിരച്ചിലിൽ യുവാവ് ഉരുക്കിൽപ്പെട്ടതിന്റെ 600 മീറ്റർ താഴെയായി സിയാൽ ജലവൈദ്യുത പദ്ധതിയുടെ ചെക്ക് ഡാമിന് സമീപത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കർണാടകയിൽ നിന്നും എത്തിയ 11 വിനോദസഞ്ചാര സംഘത്തിന്റെ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു ഷിബിലി. സംഘം പുഴയിൽ ഇറങ്ങിയതിനിടെ പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട 2 വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഷിബിലി ശ്രമിക്കുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ഷിബിലിയെ കാണാതായി. ശനി മുതൽ യുവാവിനായി പുഴയിൽ തിരച്ചിൽ തുടങ്ങിയെങ്കിലും ഇടയ്ക്കിടെ പെയ്ത ശക്തമായ മഴ കാരണം രക്തപ്രവർത്തനം തടസ്സപ്പെട്ടു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെമ്പക്കുളം മൂലം ജലോത്സവം. രാജപ്രമുഖനായി ആരോമ. കേരളത്തിന്റെ ജലോത്സവ സീസണിന് വർണ്ണാഭമായ തുടക്കം കുറിച്ചുകൊണ്ട് പമ്പായാറ്റിൽ നടന്ന ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ആരോമ ബോട്ട് ക്ലബ് രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കി. 7 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ജലോത്സവത്തിൽ മാറ്റുരച്ചത്. ആവേശം അലതല്ലിയ മത്സരത്തിൽ രഞ്ജിത്ത് സജീവിന്റെ ക്യാപ്റ്റൻസിയിലുള്ള ആരോമ ഫിനിഷിംഗ് പോയിന്റിൽ 1ാമതെത്തി. സാബു നാരായണൻ ആശാരിയുടെ മേൽനോട്ടത്തിൽ ഈ വർഷം നിർമ്മിച്ചതാണ് ആരോമ ചുണ്ടൻ വെള്ളം. 3ാം ട്രാക്കിലൂടെ കുതിച്ച നടുഭാഗം ചുണ്ടൻ 2ാമതും 1ാം ട്രാക്കിലൂടെ എത്തിയ നടുവിലെ പറമ്പൻ 3ാമതും ഫിനിഷ് ചെയ്തു. ഉച്ചയ്ക്ക് 2ന് കളക്ടർ ഷാജി വി നായർ പതാക ഉയർത്തിയതോടെ ജലോത്സവത്തിന് തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റെജി ചെറിയാൻ MLA അധ്യക്ഷനായി. 2:30 മാസ് ഡ്രില്ലും 2:45 ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ഫ്ലാഗ് ഓഫ് ചെയ്ത ജലഘോഷയാത്രയും നടന്നു. 3 മണിക്ക് ആരംഭിച്ച മത്സരങ്ങൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഹിറ്റ്സോടെയാണ് തുടങ്ങിയത്. തുടർന്ന് ചെടുവള്ളങ്ങളുടെ പ്രദർശന മത്സരങ്ങളും നടന്നു. ഇടവേളയ്ക്ക് ശേഷം ചെറുവള്ളങ്ങളുടെ ഫൈനലും ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലും പ്രധാന ഫൈനലും നടന്നു. ചമ്പക്കുളം ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ 1ാം സ്ഥാനം നേടി. നടിയോട് മാപ്പ് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ. 1.5 വർഷത്തിന് ശേഷം ഖേദ പ്രകടനം. നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വ്യവസായ പ്രമുഖൻ ബോബി ചെമ്മണ്ണൂർ ഖേദം പ്രകടിപ്പിച്ചു. ഹണി റോസിനെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ നടിക്കും അവരുടെ കുടുംബത്തിനും വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കിയതെന്നും അതിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും ബേബി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിച്ചു. ബോബിയുടെ പരാമർശത്തിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ 1.5 വർഷം മുമ്പ് കേസെടുത്തിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് ബോബിയുടെ ഖേദ പ്രകടനം. ആരോടും മനഃപൂർവ്വം താൻ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ പോസ്റ്റിൽ പറയുന്നു. എല്ലാവരുടെയും ദയയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പരിഗണനയോടും കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് താൻ. സാധ്യമാകുമ്പോഴല്ല മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്. ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ തമാശകൾ പങ്കിടാറുണ്ട്. എന്നാൽ
അത് ഒരിക്കലും ആരെയും അപമാനിക്കാനോ വേദനിപ്പിക്കാനോ ആർക്കെങ്കിലും മാനസിക വിഷമം ഉണ്ടാക്കാനോ ഉള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതല്ല. ഹണി റോസിനെക്കുറിച്ച് താൻ നടത്തിയ പ്രസ്താവനകൾ അവർക്കും അവരുടെ കുടുംബത്തിനും വലിയ രീതിയിൽ മാനസിക വിഷമം ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ആ വാക്കുകളുടെയും അവ ഉണ്ടാക്കിയ ആഘാതത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്നും ക്ഷമാപണം സ്വീകരിച്ച് അവർ കേസ് പിൻവലിക്കാൻ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നുമായും ബോബി പോസ്റ്റിൽ പറയുന്നു. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമാണ് ആ സംഭവങ്ങളുടെ തുടക്കം. പിന്നീട് ബോബിക്കെതിരെ ഹണി റോസ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് അറസ്റ്റായ ബോബി ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കണം. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കണമെന്ന് ഭിന്നശേഷിക്കാരുടെ ക്ഷേമ സംഘടനയായ ഡിഫറൻറ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സിജു അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി വി ഭാസ്കരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി മോഹനൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഒ വിജയൻ, എം എം സുരേന്ദ്രൻ, പി നിഷ എന്നിവർ സംസാരിച്ചു. സംഘാടന സമിതി ചെയർമാൻ കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികൾ ടി വി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ്, എ ഷിജു സെക്രട്ടറി, എൻ ഉത്തമൻ, വി കെ രാജീവൻ, ലീലാമ റോജി വൈസ് പ്രസിഡന്റ്, കെ ദേവദാസ്, എം എം സുരേന്ദ്രൻ, കെ ഉഷ ജോയിന്റ് സെക്രട്ടറി, കെ ശശിധരൻ ട്രഷറർ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.